ഹലോ എക്സാമിനർ ഫാമിലി മക്കളെ, 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നവരാണല്ലേ നിങ്ങൾ. പക്ഷെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മനസ്സിൽ വളരെയധികം ടെൻഷനാണ് അല്ലേ, വളരെ സങ്കടമോ ടെൻഷനോ എന്താണെന്നറിയില്ല. ഇതിങ്ങനെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, 8ാം ക്ലാസ്സുകാർ റിസൾട്ട് വന്നു. 8ാം ക്ലാസ്സുകാർ പലർക്കും റീ എക്സാം, അതുപോലെ തന്നെ റീ ക്ലാസ്സുകൾ, അവർക്ക് വീണ്ടും എക്സാം എഴുതണം. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കുമോ സാറേ, SLCയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലേ, വീണ്ടും 9ാം ക്ലാസ് ഞങ്ങൾ പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. അവരൊക്കെ മെസ്സേജൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു റീ എക്സാം വരില്ല. ഓക്കെ, നിങ്ങൾ ഇതുപോലെ എങ്ങനെയാണോ വന്നത് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SLCയിലേക്ക് പോകാൻ പറ്റും. പക്ഷേ അതൊരു എന്താക്കി എടുക്കരുത്, അതൊരു ബെനിഫിറ്റ് ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കരുത്. SLC ഉണ്ട്, SLCയിൽ നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, സീനിയേഴ്സിൻ്റെ ഒക്കെ +1 +2 ഒക്കെ എക്സാമുകൾ ടൈറ്റ് ആയിരുന്നു. ഇനി നിങ്ങൾക്കും എന്ത് വരും, ആ ഒരു ടൈറ്റ്നെസ് വരും എന്നാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ മുന്നിൽ കാണണം, നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. സമയമുണ്ട്. ഇപ്പം നിങ്ങളോട് പറയുന്നു, സമയം നല്ലോണം ഉണ്ട്. മെല്ലെ മെല്ലെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വെച്ച് ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. നാളെ തുടങ്ങരുത് അങ്ങനെ പോകും. ഇന്ന് ഈ നിമിഷം തൊട്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇനി 9ാം ക്ലാസ്സിൽ റീ എക്സാം ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, 10ാം ക്ലാസ്സും അതുപോലെ. കാരണം ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും ആർക്കാ, ഒന്നും പഠിക്കാത്ത എക്സാം. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒന്നും പഠിക്കാത്തവരായിരിക്കും. പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതിയവർക്ക് ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി SLCയിലും ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരരുത്. നല്ല രീതിയിൽ പഠിച്ചോ. ഇനി ചിലവരുണ്ടാവും, സാറേ സിലബസൊക്കെ മാറിയില്ലേ, ഞങ്ങളെല്ലാം പരീക്ഷണ വസ്തുക്കൾ, ഞങ്ങളൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. മക്കളെ, എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ അതിനെ നേരിടാനുള്ള ഒരു മനസ്സ് മാത്രമാണ് നമുക്ക് വേണ്ടത്. മനസ്സ് സ്ട്രോങ് ആവണം, അത് മാത്രമേ വേണ്ടുള്ളൂ. വേറൊന്നും നമുക്ക് വേണ്ട. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഇതിന് വലിയ പ്രശ്നങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഇനിയാണെങ്കിൽ സത്യത്തിൽ ലൈഫിൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. അതിനെന്താ വേണ്ടത്, അതിനൊക്കെ നേരിടണമെങ്കിൽ നല്ലൊരു മനസ്സ് മാത്രം മതി, വേറൊന്നും വേണ്ട. പൈസയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല വേണ്ടത്, മനസ്സ്, നല്ല കട്ടിയുള്ളൊരു മനസ്സ് മതി. കഠിന ഹൃദയം നോക്കിയിട്ടില്ലേ, അങ്ങനത്തെ ഒരു കഠിന ഹൃദയം മാത്രം മതി മക്കളെ. ഓക്കെ, വീഴരുത്. ഇനി അഥവാ വീണാലും നല്ല അടിപൊളിയായിട്ട് എണീക്കണം. ഓക്കെ, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയൊക്കെ ഇനി കടന്നു പോകും. അതിനി ലൈഫിലായാലും പഠനത്തിൻ്റെ കേസിലായാലും എല്ലാത്തിലായാലും. കാരണം ഇനിയാണ് നിങ്ങളിൽ സത്യം പറഞ്ഞാൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ ലൈഫിൻ്റെ ഫസ്റ്റ് പടി കയറി കഴിഞ്ഞു. പിന്നെ അങ്ങനെ പടിയായിട്ട് ശബരിമല വരെ കിടക്കുകയാണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ അതൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് കയറുക. അതുപോലെ തന്നെ ലൈഫ് എൻജോയ് ചെയ്ത് പോവുകയും ചെയ്യാം. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം. ഇത് രണ്ടെണ്ണത്തിലും ഒന്നിനു വേണ്ടി ഒന്നിനും എന്ത് ചെയ്യരുത്. ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനം കൊളാക്കരുത്, പഠിക്കാൻ വേണ്ടിയിട്ട് ലൈഫും കൊളാക്കരുത്. രണ്ടും അതിൻ്റെ അതേ വൈബിൽ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അപ്പോൾ പേടിക്കണ്ട. 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ 10ാം ക്ലാസ് അത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഉഴപ്പും ചെയ്യരുത്. ആദ്യം മുതൽ ഈ എക്സാമിൻ്റെ തലേന്നുള്ള ആ ഒരു തത്രപ്പാടും എപ്രാളവും മണ്ടിപ്പാച്ചിലും നോട്ടിനൊക്കെ വേണ്ടി ഷോർട്ട് നോട്ട് അവിടെ യൂട്യൂബ് ക്ലാസ് അവിടെ അതൊക്കെ നോക്കി നടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. നല്ല രീതിയിൽ ആദ്യം തൊട്ട് തന്നെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനി ചിലവർക്ക് ബുദ്ധിമുട്ട്, സാറേ ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാൻ പറ്റുക. മക്കളെ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലക്ഷ്യ ബാച്ച് നമ്മളിപ്പോൾ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ തന്നെ നമ്മൾ പഠിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ കേട്ടോ, ഞാൻ നിർബന്ധിക്കല്ല, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ജോയിൻ ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ബാച്ചും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റും. ബാക്കിയുള്ള യൂട്യൂബിലൂടെയും കാര്യങ്ങളൊക്കെ തരുന്നതിന് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, എഫക്റ്റീവായിട്ട് തരാൻ പറ്റിക്കോളണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആപ്പിലാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ, ഇപ്പം എല്ലാ ടീച്ചേഴ്സും ഇവിടെ എക്സാമിനർ ഫാമിലിയിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എങ്ങനെ ഒരു അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റില്ല, കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ അവിടെ. എക്സാമിൻ്റെ വിങ്ങിലേക്ക്, ഫാക്കൾട്ടി വിങ്ങിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതാണ് തിരക്കവിടെ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു, ഒരു സ്ഥലത്ത് കോഡുകൾ ഉണ്ടാക്കുന്നു, ഇതൊക്കെയാണ് അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത് സെറ്റാവും. ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, സായി കൃഷ്ണൻ. ബൈ ബൈ.